ഹലോ ഹായ് നമസ്കാരം. ജുറാസിക് വേൾഡ് റീബർത്ത് സിനിമ കണ്ടു. ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലെ 4ാമത്തെ സിനിമയാണ് റീബർത്ത്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ നിരാശയാണ് സമ്മാനിച്ചത്. ഇത്രയും പേരും പ്രശസ്തിയും ഇത്രയും ഫാൻ ബേസും ഉള്ളൊരു ഫ്രാഞ്ചൈസി ഇവരിതുപോലത്തെ പൊട്ട സിനിമകളെടുത്ത് എന്തിനെങ്ങനെ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയും മോശം ഒരു സിനിമ അനുഭവമാണ് എനിക്ക് ഈ സിനിമ കാണാൻ പോയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഈ ഫ്രാഞ്ചൈസിയിൽ ഇതിന് മുമ്പത്തെ ഫിലിമായ ജുറാസിക് വേൾഡ് ഡൊമിനേഷനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഈ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലെ 1ഉം 2ഉം സിനിമ മാത്രമാണ് ഒരു നിലവാരം പുലർത്തിയിട്ട് തോന്നിയുള്ളൂ. ഈ 3ഉം 4ഉം ഒക്കെ വന്നിട്ട് ആകെ മോശം അവസ്ഥയാണ്. ഈ സിനിമ ഈ ഫ്രാഞ്ചൈസി ഇവർ കൊണ്ടുപോയി കൊളാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് വന്നത് ഇവർ ഈ പുതിയ പുതിയ ഡൈനോസറുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓരോ ഫ്രാഞ്ചൈസിയിലും. അതാണ് വളരെ എനിക്കൊരു ഷോക്കായിട്ട് തോന്നിയത്. കാരണം നമുക്കിവിടെ ഗടാഗടിയന്മാരായ ടീറക്സ് ഉണ്ട്, റാപ്റ്റേഴ്സ് ഉണ്ട്, വേറെ ഡൈനോസേഴ്സ് ഉണ്ട്. പക്ഷേ അവരെ ഒന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇവർ പുതിയ കുറച്ച് ഡൈനോസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ അതാണ് ഈ വൻ ശോകമാണ്. ഇപ്പോൾ ജുറാസിക് വേൾഡ് ഡൊമിനേഷനിൽ കുറച്ച് പറക്കുന്ന കുറച്ച് ഡൈനോസറുകൾ ഉണ്ടായിരുന്നു, തത്തയുടെ ഒക്കെ ഷേപ്പ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഫിലിമിലേക്ക് വരുമ്പോൾ, റീബർത്തിൽ വരുമ്പോൾ, ഇതിൽ ഒരു ഡൈനോസർ എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങിൻ്റെ മുഖമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്? ടീറക്സ് ഒക്കെ ഈ ഫിലിമിൽ ഇല്ല. ടീറക്സ് ഒരു ഗസ്റ്റ് ടീറക്സിന് ഈ ഫിലിമിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഉള്ളത്. ജസ്റ്റ് ഒരു സീനിൽ വന്ന് പോകുന്നുണ്ട്. റാപ്റ്റേഴ്സ് എന്തോ ഒരു പുറയിലൂടെ എന്തോ ഓടി പോകുന്നുണ്ട്, അത് മാത്രമേ റാപ്റ്റേഴ്സിനെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഈ കാണിക്കാതെ ഈ ജുറാസിക് വേൾഡ് ഫിലിം ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫാൻസ് ഈ ഡൈനോസറുകളെയും ഇതിൻ്റെ എൻകൗണ്ടറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ ചെയ്തു വച്ചിരിക്കുന്ന കുറേ തത്തയുടെ ഷേപ്പുള്ള ഡൈനോസറും മങ്കിയുടെ മുഖമുള്ള ഡൈനോസറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു എൻഗേജ്മെൻറ്റും ഇല്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തൊരു ഫിലിംസാണ് ഇവർ ഇറക്കി വിടുന്നത്. സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ അതിലും ഷോക്കാണ്. സ്ഥിരം ടിപ്പിക്കൽ സ്റ്റോറി. ഇവർക്കിത് ഇറക്കി മടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ബിസിനസ് മാൻ ഉണ്ട്, പുള്ളിക്ക് 3 ഡൈനോസേഴ്സിൻ്റെ DNA വേണം. അപ്പോൾ അതിന് അവരുടെ ബ്ലഡ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടീംസിനെ പുള്ളി ഹയർ ചെയ്യുന്നതിൽ ഒരു മിലിറ്ററി ആളുണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അവർ ഐലൻഡിൽ, ഡൈനോസറുള്ള ഐലൻഡിൽ പോയിട്ട് അവരുടെ ബ്ലഡ് എടുക്കാൻ നോക്കുന്നു. അതൊക്കെയാണ് സിനിമ. പക്ഷേ ഇതിലെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഡൈനോസർ ഐലൻഡിൽ പോകുന്നത് ചെറിയൊരു ബോട്ടിലാണ്. എന്നാൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും എക്യുപ്മെൻ്റ് ഉണ്ടോ? ഒരു തോക്ക്, ഒരു പിച്ചാത്തി, ഒരു വെട്ടുകത്തി, ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഡൈനോസറിൻ്റെ ബ്ലഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ലോജിക്ക് പ്രയോഗിക്കണ്ടേ? പിന്നെ ഒരു 8 പേരോ അല്ല 10 പേരോ ഉണ്ടാവും പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പോകുന്നതിൽ ഒരു 4 പേരെ തിരിച്ചു വരുള്ളൂ, 4 അല്ലെ 5 പേര് എന്തായാലും മരിക്കും എന്നുള്ളൂ. സ്ഥിരം കാണുന്ന സംഭവങ്ങൾ തന്നെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ ഫിലിം എടുത്ത് വെച്ചിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് വൻ ബോറടി എന്ന് പറഞ്ഞാൽ കണ്ട് മടുത്ത് ഇതിൽ. അപ്പോഴാണ് ഈ കുരങ്ങിൻ്റെ മുഖമുള്ള ഡൈനോസറൊക്കെ വരുന്നത്. എന്ത് കാണിക്കാനാണ്? അതും വൻ ശോകാവസ്ഥയായിരുന്നു. പിന്നെ ഇതിൽ സ്കാർലറ്റ് ജോൺസണൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് വൻ നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷും ഒരുപാട് സമയം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട സിനിമയാണിത്. അനുഭവിക്കണം. നിങ്ങൾ ഈ സിനിമ കണ്ട ഹതഭാഗ്യന്മാരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.